കോവിൽ സൂക്ഷിച്ചോ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മളെ ബോർഡ് ഫ്ലക്സ് നമ്മള് ബാനർ ആരെ കൊണ്ടുപോയി ചോദിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൗത്ത് MLA ഗവർണർ ദേവർകോവിലിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എല്ലാവർക്കും തന്നെ അറിയാം. അദ്ദേഹം തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ദിവസങ്ങളിലായി നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലും അവരുടെ തന്നെ യൂത്ത് സംഘടനകളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങോട്ടുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കോർഡിനേറ്ററും പാർട്ടിയുടെ കോഴിക്കോട് മേഖല പ്രഭാരിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സജീവനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു അദ്ദേഹത്തെ ഈ വേദിയിൽ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ മേഖല സെക്രട്ടറി പ്രശോഭ് കൊട്ടൂളി, ജില്ലാ ഉപാധ്യക്ഷനും കൗൺസിലറുമായിട്ടുള്ള വിജയ്, കൗൺസിലർമാരെ ശിവ പിന്നാണത്ത്, അനിൽ കുമാർ, ബിന്ദു ദേവകുമാർ, ബാക്കി എത്തിച്ചേർന്നുള്ള പാർട്ടിയുടെ മോർച്ചയുടെയും പാർട്ടിയുടെ എല്ലാം തന്നെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷ സ്ഥാനത്തേക്ക് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് രതീഷിനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സാധാരണ നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് ലീഗ്. ആ ലീഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് MLAക്ക് തീവ്രവാദമെന്നതിന് ബന്ധമുള്ളത്. അതിനെതിരെ ഇന്നൊരു സമരത്തിന് തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ ഇതിനും വലിയ പ്രശ്നവുമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെൽ കോർഡിനേറ്റർ സജിം ജി. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി സ്വാഗതം ക്ഷണിക്കുന്നു. ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സമാരാധനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, പുതിയറ മണ്ഡലം അധ്യക്ഷൻ ശ്രീ TP നിജിൽ, സൗത്ത് മണ്ഡലം അധ്യക്ഷൻ ശ്രീ P രതീഷ്, പാർട്ടിയുടെ കോഴിക്കോട് മേഖലാ സെക്രട്ടറി പ്രശോഭ് കോട്ടൂളി, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ T റിനീഷ്, കൗൺസിലർമാരായ
ശ്രീ ഷിനു പിണ്ണാടത്ത്, ശ്രീമതി ഇന്ദിരാ കൃഷ്ണൻ, KP അനിൽകുമാർ, ബിന്ദു ഉദയകുമാർ, മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആഴ്ചയിലാണ് നമ്മൾ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അതും ഒരു നിയമജ്ഞനായിട്ടുള്ള ഒരാൾ, NYL-ന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരാൾ തെളിവ് സഹിതം ED-ക്ക് പരാതി കൊടുത്തുകൊണ്ട് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിലിന് നിരോധിത തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധമുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അഹമ്മദ് ദേവർകോവിലിന് നിരോധിത തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും റിഹാബ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകമാകമാനമുള്ള ആളുകളിൽ നിന്ന് പണം സമ്പാദിച്ച് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. 2022 അദ്ദേഹം മന്ത്രിയായി തുടരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ യുവജന സംഘടനാ പ്രസിഡന്റാ തന്നെ ഇപ്പൊ തെളിവ് സഹിതം ED-ക്ക് പരാതി കൊടുത്ത ഘട്ടത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം ഇത് കേവലം രാഷ്ട്രീയ ആരോപണമല്ല, സർക്കാരിനെതിരായിട്ടുള്ള ആരോപണമല്ല. നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സമാധാന ദംശനം നടത്തുന്നതിന് വേണ്ടി, വിധ്വംസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുമായിട്ട് 2.5 വർഷക്കാലം മന്ത്രിസഭയിൽ ഇരുന്ന ഒരു മന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഈ നാട്ടിലെ ജനങ്ങളതിനെ കാണുന്നത്. അതില് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാറുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് രാജ്യത്തിന്റെ സമാധാനത്തെ, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഗൗരവപൂർവ്വം ഏറ്റെടുക്കണമെന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. അതുകൊണ്ട് രാജ്യത്തിന്റെ സമാധാനമാണ്, രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുത് എന്നുള്ളത് കൊണ്ട് തന്നെ തീവ്രവാദ ബന്ധം, ഭീകരവാദ ബന്ധം വെച്ചു ഉറപ്പിക്കില്ല എന്നുകൂടി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഈ റിഹാബ് ഫൗണ്ടേഷനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടികളുടെ ഇടപാട് നടത്തിയതിന്റെ തെളിവാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്നാ പറയുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ പോലും അദ്ദേഹത്തിനെതിരായിട്ട് വടകരയിൽ വെച്ച് പരാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ പോലും മുഖ്യമന്ത്രിയുടെ അതേ മന്ത്രിസഭയിലുള്ള ഒരാൾക്കെതിരായിട്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. കാരണം എന്താ, ഈ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചപ്പോ ആ പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ CPM കോൺഗ്രസ്. ഇപ്പൊ SDPIയുടെ പോപ്പുലർ ഫണ്ടിന്റെ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫണ്ടിന്റെ കയ്യടി നേടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലവ് ജിഹാദിനെതിരായിട്ട് ഒക്കെ അദ്ദേഹം വക്രീകരിച്ച് പറയുന്നത് കേട്ടാൽ ഈ ഇത്തരം തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയുമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ മുഖ്യമന്ത്രിയും CPM-മായി ഇത്തരം തീവ്രവാദ സംഘടനകളെ ബന്ധിപ്പിച്ചു കൊടുത്തതിന്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ അഹമ്മദ് ദേവർകോവിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SDPI-ക്കാർ CPM-നെ സഹായിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ
മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ. കേരളത്തില് ഇത്തരം തീവ്രവാദ സംഘടനകളുടെ വടക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. ഇന്ത്യയിൽ ഒരിടത്തും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നിരോധിക്കപ്പെട്ട സംഘടനകൾ നിരോധിച്ച രീതിയിൽ തന്നെയാണുള്ളത്. പക്ഷെ കേരളത്തിൽ അതിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ്. റോയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകളാണ്. കേരളത്തിൽ ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ലോ. യു പിയിലെ ഹത്രാസിൽ സ്ഫോടനം ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ ഈ നിരോധിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ മലപ്പുറത്ത് വന്നിട്ട് യു പി പോലീസ് കമാൽ എന്ന് പറയുന്ന പഴയ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ കേരളം ഒരു സുരക്ഷിത താവളമായി കരുതി ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യവും ആസൂത്രണം ചെയ്യുന്ന സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്നും സുഗമമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പിണറായി വിജയന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അനുവാദത്തോടു കൂടിയാണ്, അനുവാദത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കാണുന്നത്. 2.5 വർഷക്കാലം അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ആ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഈ തീവ്രവാദ സംഘടനകളുമായി അഹമ്മദ് ദേവർകോവില് ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നും MLA ആയി തുടരുകയാണ്. ഈ രാജ്യത്തിന്റെ സുരക്ഷ എത്രത്തോളം ഭീഷണിയിലാണ് എന്ന് പറയാൻ ഇതിൽ പരം എന്താണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സൗത്ത് MLA-യുടെ ഓഫീസിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ആരോപണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരും പോലീസും ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുജിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ രതീഷ് ജി, ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രശോഭ് കോട്ടുളി, റനീഷ്, ഷിനു പിണ്ണാനത്ത്, ബിന്ദു ഉദയകുമാർ, ഇന്ദിരാകൃഷ്ണൻ, ദിജിൽ, അനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു MLA-യുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ ഒരു MLA-യുടെ ഭീകരവാദ ബന്ധം അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ പൊതുസമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 വർഷക്കാലമായി അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന മന്ത്രിയായിരുന്ന ഇപ്പോ MLA-ആയുള്ള വ്യക്തിയുടെ നിരോധിത ഭീകര സംഘടനകളുമായുള്ള ബന്ധം കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്നിപ്പോ ഞങ്ങൾ BJP ഇവിടെ വന്ന് ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് പറയുന്നതല്ല. ഈ അഹമ്മദ് ദേവർകോവിലിനൊപ്പം പതിറ്റാണ്ടുകളായി ഒരേ സംഘടനയിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആ സംഘടനയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷമീർ പയ്യങ്ങാടി കഴിഞ്ഞ ദിവസം ഇവിടെ ED-യുടെ സോണൽ ഓഫീസിൽ വന്ന് ഇദ്ദേഹം ഏത് വിധേനയാണ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതിന്റെ തെളിവ് സഹിതം ED ഓഫീസിൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ലോകം മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യം അങ്ങേയറ്റം ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഗുരുതരമായ ഒരു വിഷയമാണ് ഭീകരവാദം. ആ ഭീകരവാദത്തിന് ചൂരും പകരുന്ന ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള ഒരാൾ എങ്ങനെയാണ് LDF-ൽ വന്നിട്ടുള്ളത്? ഇത് ഞങ്ങൾ മാത്രം ചോദിക്കുന്നതല്ല. കേരളത്തിലെ സകല വക്കുപൊട്ടിയ സാധനങ്ങളും ഭീകരവാദ ബന്ധം, കള്ളക്കടത്ത് ബന്ധം, ഇവരെല്ലാം തന്നെ സംരക്ഷിക്കുന്ന താവളമായി LDF-ഉം UDF-ഉം മാറിയിരിക്കുന്നു.
ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചു, പോപ്പുലർ ഫ്രണ്ടിന് 2022 സെപ്റ്റംബർ മാസം 28-ന് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് നിരോധിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത് അഹമ്മദ് ദേവർകോവിലല്ല, റഹീമല്ല, ഏത് ഭീകരവാദികളായാലും ഭീകരവാദ സംഘടനകളായി ബന്ധമുള്ളവരായാലും അത് ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, അവരോട് ഒരു തരി പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് രാജ്യദ്രോഹ സംഘടന ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളത്. അപ്പോ പുറത്തു വന്ന വാർത്ത എന്താ? പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കൊടുക്കുന്ന റിഹാബ് ഫൗണ്ടേഷൻ ഇന്ത്യ അതിന്റെ 10 അക്കൗണ്ടുകൾ മരവിപ്പിച്ചപ്പോ ആ അക്കൗണ്ട് ആരുടെ പേരിലായിരുന്നു? അബ്ദുൽ വഹാബെ